ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല കാര്യങ്ങളും ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വാട്സപ്പിൽ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പല ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സുകളും നമുക്ക് ചിലത് ഓഫ് ചെയ്യേണ്ടതും ചിലത് ഓൺ ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെറ്റിംഗ്സിൽ അത് ഓൺ ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് 6 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ മുഴുവനായിട്ട് കാണും. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതെല്ലാം ഓപ്ഷൻസ് ആണ് ഓഫ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ 3 ഡോട്ട്സ് കാണാം, അതായത് മോർ ഓപ്ഷൻസ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എങ്കിലേ മനസ്സിലാവുള്ളൂ. സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ കൃത്യമായി നിങ്ങളൊന്ന് ഫോണിൽ ചെയ്ത് വെക്കുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഫിംഗർ പ്രിന്റ് ലോക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ചാറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് താഴേക്ക് കാണിക്കുന്നുണ്ട് ഫിംഗർ പ്രിന്റ് ഇമീഡിയറ്റ്ലി നമ്മൾ കൊടുക്കുന്ന അപ്പം തന്നെ ഓൺ ആവണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ താഴെ കാണിക്കുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഷോ കണ്ടന്റ് ഇൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എനേബിൾ ആണ്. നമ്മളത് ഡിസേബിൾ ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചാൽ പോലും നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഷോ കണ്ടന്റ് ഇൻ ഓൺ ആണെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ പോലെ നമ്മുടെ ഫോണിന്റെ ഹോം പേജ് തന്നെ നമുക്ക് എന്താണോ നമുക്ക് മെസ്സേജ് അയച്ചത് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റിംഗ്സിൽ അഗെയിൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് നമുക്ക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ്സിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എവരി1 ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫോണിൽ എല്ലാവരുടെയും അധികവും എവരി1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ എവരി1 മാറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈ കോണ്ടാക്ട്സിലേക്ക് ആക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എവരി1 കൊടുത്തു കഴിഞ്ഞാൽ ഏത് അനാവശ്യ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും നമ്മളെ അവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, മൈ കോണ്ടാക്ട്സിലേക്ക് മാറ്റി വെക്കുക. അപ്പം ആ മൈ കോണ്ടാക്ട്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും നമ്മളെ ഒരു ഗ്രൂപ്പിലേക്കും അനാവശ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കും ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഗ്രൂപ്പ്സ് എടുത്തതിന് ശേഷം ഇവിടെ മൈ കോണ്ടാക്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സെറ്റിംഗ്സ് അഗൈൻ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഡോട്ട്സ് പറഞ്ഞാൽ അറിയാലോ, മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ജിജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷേ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതായത് അടുത്ത ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, അവിടെ ഒരു ഏരോ മാർക്ക്, അതായത് സെൻഡ് ചെയ്യാനുള്ള ബട്ടണാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഹായ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റിലേക്ക് വരുന്നത് സെൻഡ് ചെയ്യാനുള്ള ബട്ടണാണ്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്താൽ കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, എൻ്റർ ഈസ് സെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഓൺ ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് 1 by 1 ആയിട്ട് താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റർ ഈസ് സെൻഡ്, ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഞാൻ അതേ ഫ്രണ്ടിന്റെ കോണ്ടാക്ട്സ് ഒന്ന് എടുത്തു, ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്, ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. കണ്ടില്ലേ, ഇവിടെ താഴെ വന്നിരിക്കുന്ന എന്താണ്, നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അടുത്ത ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് ചാറ്റ്സിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. കണ്ടില്ലേ, എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് താഴേക്ക് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും. മറ്റേ നമ്മൾ എന്താണ്, നമ്മളൊരു ലൈൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ചാറ്റ്സിൽ
ഈ എൻ്റർ ഈസ് സെൻഡ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായി ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇനി മറ്റൊരു സെറ്റിങ്സ്, നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ, അതാണ് നമ്മളൊന്ന് ഓഫ് ചെയ്യേണ്ടത്. ഈ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം യൂസ് ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ. ഈ രണ്ടെണ്ണം നമ്മളൊന്ന് ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ താഴേക്ക് ചാറ്റ്സിന്റെ ഓപ്ഷനിലും ഇതേ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിട്ട്. നമ്മൾ സാധാരണ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും യൂട്യൂബോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വെറുതെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെ മുകളിൽ ചാറ്റ്സിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് മുകളിൽ വന്നുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ആ ഡിസ്റ്റർബൻസ്, ആ നോയ്സൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. അടുത്തായിട്ട് സെറ്റിങ്സ് പ്രസ് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓട്ടോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാം ഒന്ന് ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ ഓട്ടോ ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇവിടെ വൈഫൈ ഉപയോഗിക്കുന്ന സമയത്തും നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റോമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലും ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓട്ടോ ആയിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താൽ മതി, മാനുവൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് നമുക്ക് വളരെയധികം സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ പറ്റും, നെറ്റ് ലാഭിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഒരു സെറ്റിങ്സ് ഉള്ളത്. ഇനി അടുത്ത സെറ്റിങ്സിൽ തന്നെ അഗെയിൻ പോവുക. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മീഡിയ വിസിബിലിറ്റി ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഈ മീഡിയ വിസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ ഒരു ഇമേജ് നമ്മൾ വാട്സപ്പിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ കാണുമ്പോഴേക്ക് അതിന് ഓട്ടോ ആയിട്ട് എന്താവുക, നമ്മുടെ ഗാലറിയിലേക്ക്, ഫോണിന്റെ ഗാലറിയിൽ പോയി നിറയുക. പലരും ചോദിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഫോട്ടോയിൽ ഞാൻ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഈ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഗാലറിയിൽ വന്ന് നിറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം അതാണ്. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് ഓഫ് ചെയ്ത് വെക്കുക. മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന 6 കാര്യങ്ങൾ, ഈ 6 സെറ്റിങ്സ് നിങ്ങളൊന്ന് മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതെല്ലാം നിങ്ങൾ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കി വെക്കുക. എന്താണ് ഓഫാക്കി വെക്കേണ്ട കാര്യം എന്നുള്ളത് അറിയാം. ചിലത് ആർക്കെങ്കിലും ഓൺ ആക്കി വെക്കണം എന്നുള്ളത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതെല്ലാം ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവുള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.